വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് സ്ഥലത്തിൻ്റെ പേരെന്താണോ? ഇത് മംസർ, അൽ മംസർ. എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിൽ വന്നപ്പോൾ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്താണ് ഇവർ ഇതുവഴിയൊക്കെ പോയത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ പറ്റി അശ്വിൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നാണ് ഇവിടെ ഒന്ന് കാണാൻ പറ്റി. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് വിത്ത് എ ബ്യൂട്ടിഫുൾ ബീച്ച് ആൻഡ് ലോട്ട് ഓഫ് ഫ്ലവേഴ്സ്. അതെ. അപ്പോൾ ഇതൊരു ക്വിക്ക് ആയിട്ടുള്ള റീലാണ് കേട്ടോ. നമ്മുടെ പുതിയൊരു റീലല്ല, ഒരു വ്ളോഗ്. നമ്മുടെ പുതിയൊരു റീലിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീനൊക്കെ കാണിക്കുന്ന പോലെയാണ്. നമ്മുടെ റാണി ചേച്ചിനെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. അവരെല്ലാവരും ഇവിടെ ഉണ്ട്. റാണി ചേച്ചിയാണ് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. മടിയാണ്, നമ്മളിനെ പിടിച്ചൊക്കെ കേട്ടണം ക്യാമറക്കകത്ത്. ഹലോ, അവിടെ മാറിയിരുന്ന് റീൽ എടുക്കുമായിരുന്നു അല്ലേ? ഭയങ്കര റീൽ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആരൊക്കെ സന്തൂർ മമ്മി എന്നൊക്കെ കമന്റ് ചെയ്തായിരുന്നു. അത് കണ്ടായിരുന്നു. നമ്മളൊക്കെ കാറിയിരുന്ന് വായിച്ചു വരുമായിരുന്നു. പുള്ളിക്കാരി ഒരു ഡാൻസറാണ് കേട്ടോ, ഒരു ക്ലാസിക്കൽ ഡാൻസർ അല്ലേ? അങ്ങനെയും പറയാന്നൊക്കെ. ഇത് ഇന്നലെ വരെ മൂത്ത മോനുണ്ടായിരുന്നു. മൂത്ത മോൻ ഇന്ന് നമ്മൾ കണ്ടില്ല. ഇന്ന് ഇളയാള് മാത്രമേ. അവിടെ ദൂരെ എവിടെ ഉണ്ട്, മാറി നിൽക്കുക. അപ്പോൾ നമ്മൾ ബിഹൈൻഡ് ദ സീനിന് ക്യാമറ ഏൽപ്പിക്കാൻ പോകുന്ന റാണി ചേച്ചിയാണ്. ഇന്ന് ടാലൻറ്റ് മുഴുവൻ എടുത്ത് കാണിക്കണം നമ്മളെ. അപ്പോൾ ഞാനും അശ്വനും ബിഹൈൻഡ് ദ സീൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ റീല് ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആ ഷൂട്ടിൻ്റെ ഇടയിലുള്ള കുറച്ച് ഫൺ ക്ലിപ്പിംഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ന് നമ്മൾ ദുബായ് മോളിലും പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കാണിച്ച് ഇന്നത്തെ വ്ളോഗ് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. അയ്യോ, ഞാൻ റെഡി അല്ലായിരുന്നു. ഒന്നുകൂടെ ബാക്കി പോകാം. അടുത്തോട്ടാണ്. അത് ഓക്കെ ഷോട്ട് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ മൂണും സണ്ണും എല്ലാം ഒരുമിച്ച് വന്ന ഒരു അടിപൊളി സൺസെറ്റ് ടൈം ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റീലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ സത്യം പറഞ്ഞാൽ റാണിച്ചിച്ച് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഇവരിങ്ങനെ അവിടെ എവിടെയൊക്കെ നിന്ന് എടുക്കുന്നത് എല്ലാം കൂടെ കറക്റ്റായി വന്നാൽ മതിയായിരുന്നു എന്നൊരു സംഭവം. നമ്മൾ എവിടെ പോലും റീൽ എടുക്കുന്നത് അങ്ങനെയാണ്. എവിടെയെങ്കിലുമൊക്കെ നിന്നങ്ങ് എടുക്കുക. അവസാനം എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡോട് ആലോചിച്ച് പറ്റുന്നത്രയും മാക്സിമം നമ്മൾ വ്യൂവേഴ്സിന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി എടുക്കും. സോ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ മുടി മൊത്തം അലമ്പായിട്ടുണ്ട് ഇവിടെ ബീച്ചിൽ നിന്ന്. ഇനി അത് എങ്ങനെ ഞാൻ എൻ്റെ ചീപ്പ് പോലും ഇല്ല. ഈ റാണി ചേച്ചിയോട് വല്ലതും ചോദിക്കണം. കാരണം നമ്മൾ നേരെ ഇവിടെ ദുബായ് മോളിലാണ് പോകുന്നത്. സോ ഐ വോണ്ടഡ് ടു ലുക്ക് എ ലിറ്റിൽ പ്രിറ്റി. നമുക്ക് നോക്കാം. അപ്പോൾ ദുബായ് മോൾ എത്തിയതിന് ശേഷം കാണാം. അശ്വിൻ്റെ ആദ്യമായിട്ടുള്ള ദുബായ് മോളിൽ പോകുന്നതും മുജ് ഖലീഫയൊക്കെ താഴെ നിന്ന് കാണുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻസും അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ചേർത്ത് എടുക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി ദുബായ് മോൾ എത്തിയിട്ട് കാണാം. ബൈ. തെറ്റല്ല, ഞാൻ ഫ്ലാഷ് ഓൺ ആയിരുന്ന കാര്യം അറിഞ്ഞില്ല. അശ്വിൻ, മോളിൽ പോയിട്ട് വാ. എടേ, എണീച്ച് നിക്കണോ പറഞ്ഞു കൊടുക്ക് തക്കുടു. എണീച്ച കൊടുത്തില്ല കുറച്ച്. അവിടെ നിന്നുള്ള വ്യൂ എടുത്താ
അങ്ങനെ ഞാൻ ഓക്കെ, അങ്ങനെ നമ്മൾ ദുബായ് മോൾ എത്തിയിട്ടുണ്ട്. അശ്വിൻ, ദുബായ് മോളുടെ വഴി വന്നുകൊണ്ടിരുന്നപ്പോ എന്തൊക്കെയാ കാഴ്ചകൾ കണ്ട് ഇഷ്ടമായേ? രണ്ട് സൈഡും പാമ്പിന്റെ ആ മരം ഉണ്ടല്ലോ, ലൈറ്റ് വെച്ചേക്കുന്നത്. പിന്നെ ബുർജ് ഖലീഫ അടുത്ത് ഇപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. എൻ്റെ അപ്പോൾ എന്തോ ഇത് ഒരു രക്ഷയില്ല. പിന്നെ ആ സ്ട്രീറ്റ് തന്നെ ഒരു മാജിക്കൽ. ആരോ ഫോട്ടോന്റെ അടിയിൽ കമന്റ് ചെയ്ത് അശ്വിൻ ഗണേഷ് ഒരു രക്ഷയില്ല എന്നുള്ള ഡയലോഗ് ഒരുപാട് വട്ടം പറയുന്നു എന്നൊക്കെ. ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങൾ ഞാൻ പിന്നെ വേറെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക എന്ന് എനിക്ക് അറിയത്തില്ല. ഉഗ്രനായിട്ടുണ്ട് കേട്ടോ, ഉഗ്രൻ, അടിപൊളി സെറ്റ്. കണ്ണ് ഭാഗ്യം ചെയ്തിരിക്കണം. അത് താൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഭാഗ്യം ചെയ്തിട്ടുണ്ടല്ലോ. അതുണ്ട്. ഓ വേഗം വാ പോയാൽ ക്രോസ് ചെയ്യാം. ഹോൺ അടിച്ച് പേടിപ്പിക്കുന്നല്ലേ. അവിടെ ഐസ് സ്കേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഏരിയയിൽ വന്നു കയറിയപ്പോഴേ ഭയങ്കര തണുപ്പ്. ഇപ്പോഴാണ് മനസ്സിലായത് അവിടെ ഐസ് സ്കേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ മാത്രമേ കണ്ടുള്ളൂ, ഇംഗ്ലീഷ് പടത്തിനൊക്കെ. കണ്ട് ഇവിടെ സ്ഥിരമായിരിക്കും. അശ്വിനെ ചെയ്യണോ? എൻ്റെ അമ്മ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമേ. ഈ സാധനം ഇപ്പം തീരില്ല കേട്ടോ. അതാ അവിടെ അതുവരെ ഉണ്ട്. പിന്നെ ഈ ബുർജ് ഖലീഫ അടുത്തൊരു ഫൗണ്ടൻ ഉണ്ടെന്ന്. അവിടെ 10 മണി വരെ എന്തോ മറ്റേ ആ ഫൗണ്ടനാ എന്തോ ഷോ ഉണ്ടെന്ന്, അത് കാണണം. പിന്നെ ഈ ദുബായ് തന്നെ എന്തോ അണ്ടർ വാട്ടർ സാധനം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് കാണണം. എല്ലായിടത്തും ഒന്ന് പോകണം. ഒരു വെപ്രാളായി ഇവിടെ വന്നപ്പോഴേക്ക് എല്ലാം കാണണമെന്ന്. സോ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആള്. ഹായ്. ഒരു രക്ഷയില്ലല്ലേ. പുള്ളിക്കാരി ഇവിടെ തന്നെയാണ് ഉള്ളത്. 20 വർഷമായിട്ടുണ്ട്. ഇത് പുള്ളിക്കാരുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെയാണ് അത്ഭുതപ്പെട്ട് നോക്കുന്നോ അതേപോലെയാണ് എല്ലാ കാര്യവും ഫസ്റ്റ് ടൈം കാണുന്ന പോലെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എല്ലാത്തിനും എന്ന് പറയും പോലെ. ഒരു നല്ല ക്വാളിറ്റിയാണ് അല്ലേ? ഞാൻ ബാത്റൂമിനകത്തോട്ട് പോയതാണ്ടോ. അവിടെ ഒരു 50ഓളം പേരുണ്ടായിരുന്നു. അവരുടെ ബാക്കിൽ ക്യൂ നിന്നാണ് ബാത്റൂമിൽ. അപ്പോൾ എന്നെ കാരണം ഇപ്പം ഇച്ചിരി ലേറ്റായി. അപ്പം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് ആ ബാക്കിലുള്ളൊരു ഫൗണ്ടൻ ഏരിയ അശ്വിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് മോളിനകത്തുള്ള അണ്ടർ വാട്ടർ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു ഷോ തീരും. ഓക്കെ. അത് കുഴപ്പമില്ല. അതൊന്നും ഒരു കുഴപ്പമില്ല. പൂക്കും തരുണം നോക്ക് ഇത് നോക്ക്. ഇത് മറ്റേ ഇതാണോ പെയിന്റ് ചെയ്യുന്നതാണോ? പെയിന്റ് അടിക്കണം. പിന്നെ വൈറ്റ് റോസിന്റെ പെയിന്റ് അടിക്കും. റിയൽ റോസിന് അവര് ഇങ്ങനെ ഫോർ എവർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്, പ്രിസർവ് ചെയ്യാൻ.
ഇവിടെ മൊത്തം ആളാണ്, ഫുൾ തിരക്ക്. അതെ, വഴി നമുക്ക് അറിഞ്ഞൂടെ. നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടുത്ത ഷോ 9:45 9:00 കഴിഞ്ഞ്. അത് എത്ര മിനിറ്റ് കാണും ചേട്ടാ? ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ വരും. 5 മിനിറ്റൊക്കെ മാക്സിമം. എന്താണ് നോക്കട്ടെ ഈ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എന്ത് എക്സൈറ്റഡ് ആണോ? ഇത് കണ്ടിട്ടുണ്ടല്ലേ നീ നേരത്തെ ഷോ? അതാണ് എനിക്ക് ഈ തോര കാണാത്തത്. ഇവിടെ നല്ല മുട്ടൻ വ്യൂ കിട്ടും. അങ്ങനെ അതേ ലൈറ്റ് ഷോയ്ക്ക് സമയമായി. ഇവിടെ എല്ലാവരും ഇങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഇതിൻ്റെ ചുറ്റും വന്ന് നിൽക്കുകയാണ്. അശ്വിൻ എക്സൈറ്റഡ് ആണോ? ഞാൻ കട്ട എക്സൈറ്റഡ് ആണ്. ജീവിതത്തിൽ ഒരു സാധനം ഞാൻ കാണാൻ പോവാണ്, കാണാത്ത സാധനം. നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന്. സെക്കൻഡ്. സോറി, നേരത്തെ ക്യാമറയ്ക്ക് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. എക്സൈറ്റഡ് ആണ്, കട്ട എക്സൈറ്റഡ് ആണ്. ജീവിതത്തിൽ ഇതുവരെ ഞാൻ കാണാത്ത സാധനം ഞാൻ കാണാൻ പോവാണ്. സോ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇത് ഏതാണ്ട് നിമിഷങ്ങളിലകം തുടങ്ങും. വെടിക്കെട്ടാണല്ലേ ഇത്? വെടിക്കെട്ടാണ്, താനും വെടിക്കെട്ടാണ്. എടുത്താൽ എൻജോയ് ചെയ്യും. അതായത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
രക്ഷയില്ല. ഇത് അപ്പോ എന്തോന്നടേ Ashwin, so how was your first experience? ഞാൻ എക്സാജറേറ്റ് പറഞ്ഞില്ല, നമുക്ക് ഈ മനസ്സിൽ നിന്നൊക്കെ ഒരു സന്തോഷം വരുന്ന നമ്മൾ പറയത്തില്ലേ, ആനന്ദം. ഡോറ് വരെ കണ്ടോ ഇങ്ങനത്തെ ഓട്ടം. ഞാൻ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനേ ഒന്ന് സ്റ്റക്കായി പോയി. ഇവര് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാൻ ഒരു ഓസ്ട്രക്ക് ആ ഒരു മൂമെന്റിലാണ് ഇരുന്നത്. എന്തോ മാജിക്കലാണ് അറിയാമോ. നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ ആയാലും ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ വന്ന് കാണുക. എൻ്റെ അമ്മയെ നല്ല നമുക്ക് കിട്ടിയ നല്ല സ്പോട്ടായിരുന്നു. ഞാൻ എങ്ങനെ പറഞ്ഞു തരാം. അത് സുട്ടൻ ചേട്ടനാണ് കൊണ്ടുപോയി. അതാണ് നമുക്ക് എങ്ങനെ ഞാൻ എല്ലാവർക്കും ഒരു മിനിറ്റ് ഇത് നമുക്ക് ചേട്ടാ ഈ ആൾക്കാർ ഇവിടെ വന്ന് ഈ വ്യൂ കാണണമെങ്കിൽ ഏത് വഴി വരാമെന്ന് പറയണമെന്ന് പറയുമോ? അയ്യോ അങ്ങനെ എനിക്ക് വഴി മാറി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വ്യൂവേഴ്സിന് മാത്രം. നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല. ചേട്ടൻ തന്നെ പറയണം. എനിക്ക് പറ്റില്ലെന്നൊക്കെ. എനിക്ക് പറ്റില്ല. എനിക്ക് വഴി മറന്നുപോയി. ഞാൻ പറയില്ല. അതായത് ആ ബ്രിഡ്ജ് കയറി. സൂക്കൽ ബഹർ. സൂക്കൽ ബഹർ എന്ന് പറഞ്ഞ ഒരു ഓക്കെ ഡൺ. സോ നമ്മുടെ ഈ ഒരു ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വരുമ്പോൾ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ കഴിഞ്ഞ് നേരെ വന്നിട്ട് ഈ എസ്കലേറ്റർ ഈ ഒരു എസ്കലേറ്റർ ഉണ്ട്. ഈ എസ്കലേറ്റർ കഴിഞ്ഞ് നേരെ പോവുക. പോയിട്ട് റൈറ്റ് സൈഡ്. അപ്പോൾ ഒരു മിഡിൽ വ്യൂ നിന്ന് കിട്ടും. എല്ലാം പക്ഷേ ഇങ്ങനെ ലൈറ്റ് ഓരോന്ന് ഇങ്ങനെ റോ ആയിട്ട് ടക്ക് 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 ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് വന്നുകൊണ്ടേയിരിക്കും. അടിപൊളിയാണ്. അത് ഈ വ്യൂ ഇന്ന് മാത്രമേ കൊള്ളാറ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ്. എല്ലാവരെയും അടിച്ചിട്ട് ഞാൻ പോവാണ് കേട്ടോ. എല്ലാവരെയും കൊല്ലുകയാണ് ഞാൻ ചെയ്യുന്നത്. ആ തള്ളയിന്ന് ശവപ്പെട്ടിക്കകത്തായനെ അങ്ങനെയാണ് ഇടിച്ചിട്ടത് പാവത്തിന്. അവര് പാവം വയസ്സായി നടന്നുകൊണ്ടിരിക്കുന്ന അവരെ ചവിട്ടിയിട്ട് കൊല്ലാൻ പോകുന്നു. ഇപ്പൊ അടുത്ത ആളെ തള്ളി ചതയ്ക്കാതെ. ഒരിക്കലും പുച്ഛിക്കരുത്. നമ്മൾ ജീവനോടിരിക്കുന്ന കുറച്ച് കാലമാണ്. ഇതൊക്കെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ആണ്. ഇപ്പൊ ജീവനോട് ഇരിക്കുന്നവരൊക്കെ തള്ളിയിട്ട് കൊല്ലാൻ പോകുന്നുണ്ട്. ആകപ്പാടെ ജീവനോട് ഇരിക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. വഴി കൂടെ പോകുന്ന വയസ്സായവരെയൊക്കെ തള്ളിയിട്ട് ചവപ്പെട്ടിക്കകത്താക്കാൻ നോക്കുന്നു. ദുബായ് മോളിന്റെ അകത്ത് പോവാ, ഒരു അണ്ടർ വാട്ടർ സാധനം കാണുക. ഇത് വഴിയാണ് വരണ്ടേ? ഓക്കെ ഓക്കെ. ഇതാണ് ബ്രിഡ്ജ്. അശ്വിൻ പറ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആ ബ്രിഡ്ജ്. വരുന്ന കാര്യമ്പോഴേക്കും ഇങ്ങോട്ട് നോക്ക്. അത് കാണിക്കേ. ഈ ബിൽഡിങ്ങിന്റെ അകത്ത് കയറുക. ടൈം ഔട്ട് മാർക്കറ്റ്. അതിനകത്ത് കയറുമ്പോഴത്തേക്ക് പോയിട്ട് വലത്തോട്ട് സ്ട്രേറ്റ് പോയി ലെഫ്റ്റ് അല്ലേ? റൈറ്റ്. സൂക്കൽ ബഹർ. ഇതാണ് സാധനം. ദുബായ് മോളിൽ നിന്ന് കഴിഞ്ഞിട്ട് വരുന്ന സാധനമാണ് ഇത്. അധികം പേർക്ക് അറിയത്തില്ല. ഓക്കെ, ചിലവർക്ക് അറിയാമായിരിക്കും. ബട്ട് സ്റ്റിൽ കുറേ പേർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം നിങ്ങൾ ഇത് വന്ന് കാണുക. അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും കാണണം. ജസ്റ്റ് ഒരു പ്രാവശ്യം. നിങ്ങളെ കണ്ണ് പൊട്ടുകയും ചെയ്തിരിക്കും, ഭാഗ്യം ചെയ്തിരിക്കും. അടുത്ത ഷോയിന്റെ ക്രൗഡാണ്. അവിടെ പോയാൽ നിങ്ങൾ ക്രൗഡ് ഇല്ലാതെ കാണാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അവിടെ കണ്ട ഇതൊക്കെ എല്ലാവരും വന്ന് നിൽക്കും. വലിയ വ്യൂ ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ പോയി ഇന്ന സ്ഥലം അത്ര ക്രൗഡ് കാണത്തില്ല. അയ്യോ, ഇവിടെ ഒന്നും വേണ്ട എനിക്ക്. അശ്വിൻ ദേ നേരെ കാണുന്നതാണ് അണ്ടർ വാട്ടർ. ആ നീല കളർ. ഇതല്ല വ്യൂ. അവിടെ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ വ്യൂ. ചെല്ല് നടക്ക് ചെല്ല്. ഷാർക്ക് കണ്ടോ അശ്വിൻ? എന്തോ അല്ലേ ഇന്നോവേഷൻ കണ്ടുപിടുത്തം.
ചെല്ല് അങ്ങോട്ട് പോകും. അവിടെ പോയി ഫോട്ടോ എടുക്കാം. വേഗം ചെല്ല്. അതിൻ്റെ ഇടയിലോട്ട് കയറി ചെല്ല് വേഗം ചെല്ല്. പറഞ്ഞോ, കാര്യം പറഞ്ഞു. നമ്മൾ H&M വന്നേക്കുക, ഒരു ഷൂ നോക്കാൻ വേണ്ടി വന്നേക്കുക, വൈറ്റ് ഷൂസ്. അവസാനം H&M കയറി 2 ലോഡ് കവറും കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് ഒരു ഷൂ മേടിക്കാൻ. ഹായ് വീഡിയോ വന്നു. ഹായ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഹാപ്പി ജോളി വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ബിക്കോസ് നാളെ കുറച്ചധികം സർപ്രൈസസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നാളത്തെ വ്ളോഗിൽ കാണാം. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വ്ളോഗ് ടുഡേ. അപ്പോൾ എൻ്റെ കണ്ണിൽ എന്തോ പോയി. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വ്ളോഗ് ടുഡേ. നിങ്ങൾക്ക് ഇന്നത്തെ കുട്ടി നമ്മുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് അശ്വിൻ്റെ സർപ്രൈസസും എന്താ പറയുക, ഇന്നത്തെ നമ്മുടെ റീലിൽ ബിഹൈൻഡ് ദ സീനും എല്ലാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ടു സീ യു ഓൾ ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ ബൈ.